ഹലോ, ചുമ്മാതിരുന്ന സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓടിപ്പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ റംസാന് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 3-4 ദിവസം കൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. ക്രിസ്മസിൻ്റെ വെക്കേഷനായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ക്ലാസ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് അവൻ ഓൾറെഡി റെഡിയായി നിൽപ്പുണ്ട്. പിന്നെ ഞാനും കൂടി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. അങ്ങനെ ഇക്കായെ കാത്ത് നിന്നപ്പോഴാണ് ഈ സാധനം കണ്ടത്, അഗസ്ത്യപ്പൂ. അവർക്കവിടെ ആവശ്യമില്ല, അവരത് വിൽക്കില്ല, വീട്ടിലുണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ നാളെ വന്ന് പറിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ റംസാനെ ട്യൂഷന് കൊണ്ടുപോയി. ഇന്ന് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് നേരെ ട്യൂഷന് പോയി. അവനെ ആക്കിയിട്ട് തിരിച്ച് വന്ന വഴി ഉമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ചായ എടുത്ത് കുടിച്ചു. രാവിലെ കുറച്ച് കേസരി ഉണ്ടാക്കി, ചുമ്മാ ഇരുന്നപ്പോൾ എന്തെങ്കിലും തിന്നാൻ തോന്നി. അപ്പോൾ കുറച്ച് റവ ഇരുന്നപ്പോൾ കേസരി ഉണ്ടാക്കി. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ക്ഷമയില്ലാത്തത് ചൂടോടെ തന്നെ അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നീട് തണുപ്പിച്ച് കഴിച്ചതാണിത്. അതും കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് മെനിഞ്ഞാന്ന് ബ്ലൗസിൽ വയ്ക്കാൻ വാങ്ങിച്ചൊരു കുറച്ച് കല്ലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഒരു ചുരിദാറിൻ്റെ കഴുത്തിലൊക്കെ പിടിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വീണ്ടും ചുമ്മാതിരുന്നപ്പോഴത്തേക്കും റംസാൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് കിട്ടിയ ഗിഫ്റ്റാണിത്. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എന്ത് കിട്ടിയാലും അവൻ ഭയങ്കര ഒരു തരം ആവേശമാണ്, എല്ലാം കൂടെ വലിച്ച് പറിച്ചിട്ട് നോക്കാൻ. പിന്നെ പെൻസിൽ, പേന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് വല്ലാത്തൊരു ആവേശമാണ്. അങ്ങനെ അതൊക്കെ കിട്ടി. എല്ലാ എണ്ണവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടി അവന് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞൻ ഡ്രോയിങ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് അതിൽ കളറടിയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.